Hello dear students, welcome back. ഞാൻ ഫവാസ് MP from Universal Institute കോട്ടക്കൽ. 2025 ജനുവരിയിൽ നടന്ന JEE മെയിൻ സെഷൻ 1-ൽ നിന്നുള്ള ഫിസിക്സ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ റിലേറ്റീവ്ലി ചെറിയൊരു ചാപ്റ്ററാണ് ഡ്യുവൽ നാച്ചർ എങ്കിലും 10 ഷിഫ്റ്റുകളായിട്ട് 11 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് കൂട്ടത്തിൽ ചെറിയ എന്നാൽ വെയിറ്റേജിൽ ഒരു ചാപ്റ്ററാണ് ഡ്യുവൽ നാച്ചർ എന്ന്. സോ അത് ഇപ്രാവശ്യം കാണുന്നുണ്ട്, പക്ഷേ എല്ലാ ഷിഫ്റ്റുകളിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഉറപ്പില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 22 ജനുവരി ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ ആണ്. An electron in the ground state of hydrogen atom has orbital radius of 5.3 into 10 raised to minus 11 meter. R0 എന്ന് പറയുന്നത് 5.3 into 10 raised to minus 11 meter. While that of an electron in the third excited state എന്ന് പറഞ്ഞാൽ basically n equal to 4 ആണ്, is 8.8, while therefore 8.48 into 10 raised to minus 10 meter. The ratio of the de Broglie wavelengths of electron in the ground state to that in the excited state is. സോ റേഡിയസുകളൊക്കെ തന്നിട്ട് ഡി ബ്രോയി വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡി ബ്രോയി വേവ് ലെങ്തിന്റെ റേഷ്യോ നമുക്ക് അറിയാവുന്ന കാര്യം, ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ n ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ബോർ മോഡലിലുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് 2πr is equal to n ലാംഡ എന്ന് പറയുന്നത്. ആ n ലാംഡ എന്നുള്ളതിൽ ലാംഡ എന്ന് പറയുന്നത് ആണ് ഡി ബ്രോയി വേവ് ലെങ്ത്. സോ n ഈക്വൽ ടു 1-ൽ 2πr0 എന്ന് പറയുന്നത് 1 ലാംഡ ആണ്. ഓക്കെ, സോ ലാംഡ 1 എന്ന് എടുക്കാം. അതേപോലെ തന്നെ n ഈക്വൽ ടു 4 എടുത്തു കഴിഞ്ഞാൽ 2πr4 ഈസ് ഈക്വൽ ടു 4 ലാംഡ 4. നമുക്ക് വേണ്ടത് the ratio of the de Broglie wavelengths of electron in the ground state to that of the excited state എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ലാംഡ 1 by ലാംഡ 4 ആണ്. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ lambda 1 by 4 lambda 4 is equal to അപ്പുറം എടുത്തു കഴിഞ്ഞാൽ r0 by r4. lambda 1 by lambda 4 is equal to 4 r0. r0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5.3 into 10 raised to minus 11 ആണ്. അപ്പോൾ ഇത് 10 raised to minus 10-ലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 0.53 into 10 raised to minus 10 divided by 8.48. So 4 into 0.53 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.12 divided by 8.48, which is actually 1 by 4. Okay. Now ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 by 4 അല്ല 4 ആണുള്ളത്. സോ പ്രോബബ്ലി ഐ തിങ്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത സ്ഥലത്ത് ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ദാറ്റ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ് പിന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞുള്ളത്. സോ അതിലൊരു കറക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും, നേരെ തിരിഞ്ഞായിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഈസ് 4. ആ റേഷ്യോ 4 ആണ്, അല്ലെങ്കിൽ 1 by 4 ആണ്. Okay, let's move on to the next one. Question number 2, 22 January shift 1-ൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ. The work function of cesium and lithium metals are 1.9 electron volt and 2.5 electron volt respectively if we incident light of wavelength of 550 nanometer on these two metal surfaces, then the photoelectric effect is possible for the case of. സീഷ്യത്തിനാണോ ലിഥിയത്തിനാണോ രണ്ടിനും ഇല്ലേ, നെയ്തർ ഉണ്ട്, ബോത്ത് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന 550 എന്നുള്ളതിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിച്ചാൽ മതി. HNU എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, HC by ലാംഡ E എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ HC എന്ന് ബൈ ലാംഡ എന്ന് പറയുന്നത് 12375 ആങ്സ്ട്രത്തിലാണ് കിട്ടുക കേട്ടോ ആൻസർ. ഡിവൈഡഡ് ബൈ 550 നാനോമീറ്റർ 5500 ആങ്സ്ട്രം. സോ ദിസ് ഈസ് 12375 ഡിവൈഡഡ് ബൈ 55. 123 എടുത്തു കഴിഞ്ഞാൽ 2, which is 110. പിന്നെ 13 137 എടുത്ത വീണ്ടും 2, 110. 10 17 175 55 എടുത്തു കഴിഞ്ഞാൽ 275. That is 5. So this means this is 2.25 ആങ്സ്ട്രത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആൻസർ കിട്ടുന്നത് EV-യിലാണ്, 2.25 EV. സോ ഇതാണ് എനർജി. അങ്ങനെയാണെങ്കിൽ 1.9 ഇലക്ട്രോൺ വോൾട്ട് വേണ്ട സീഷ്യത്തിന്റെ കേസിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. എന്നാൽ ഇതിന് 2.5 ആണ് വേണ്ടത്. സോ ഇതിന് പോസിബിൾ അല്ല. സോ ഓൺലി സീഷ്യം. The right answer is option 3. Moving on to the next one. Question number 3. 22nd January shift 2. A light source of wavelength lambda illuminates a metal surface and electrons are ejected with the maximum kinetic energy of 2 electron volt.
If the same surface is illuminated by light of source of wavelength lambda by 2, then the maximum kinetic energy of the ejected electrons will be, the work function is 1 electron volt. So നമുക്ക് അറിയാം h nu is equal to work function plus maximum kinetic energy. h nu എന്നുള്ളത് നമുക്ക് hc by lambda എന്ന് എഴുതാം. hc by lambda is equal to work function 1 ev, maximum kinetic energy 2 ev. എപ്പോൾ വേവ് lambda ആകുമ്പോൾ, പിന്നെ lambda by 2 വരുമ്പോൾ hc by lambda by 2 കൊടുത്തു കഴിഞ്ഞാൽ this is work function മാറില്ല 1 ev plus maximum kinetic energy. ഈ maximum kinetic energy ആണ് നമുക്ക് വേണ്ടത്. ഈ കാണുന്ന ഡിനോമിനേറ്ററിലുള്ള 2 മുകളിൽ വരും. So that means this is 2 hc by lambda is 1 ev plus maximum kinetic energy. hc by lambda യുടെ വാല്യൂ നമുക്കറിയാം this is actually 3 ev. So 2 into 3 ev minus our work function left കിട്ടുന്ന 1 ev is equal to maximum kinetic energy. That means the maximum kinetic energy is equal to 5 electron volt. The correct answer is option 4. Question number 3, the right answer is option 4. Moving on to the next one. Question number 4. 23rd January shift 1 question. A subatomic particle of mass 10 raised to minus 30 kilogram is moving with the velocity 2.21 into 10 raised to 6 meter per second. Under the matter wave consideration, the particle will behave closely like h ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് വിസിബിൾ റേഡിയേഷൻ, ഇൻഫ്രാറെഡ്, ഗാമ, എക്സ്റേസ് എന്ന് വെച്ചാൽ അതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഏത് വേവ് ലെങ്ത്, ഡിബ്രോയി വേവ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അത് ഇതിൽ ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്തുമായിട്ട് കമ്പയറബിൾ ആണ്, അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു h by p. h എന്ന് പറയുന്നത് 6.63 into 10 raised to minus 34 divided by p എന്ന് പറയുന്ന മാസ് ഇൻറ്റു വെലോസിറ്റി 10 raised to minus 30 മാസ്, വെലോസിറ്റി 2.21 into 10 raised to 6. So 6.63 2.21 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 3 into 10 പവറിൽ താഴെ 13 34 കൂടെ കട്ട് ചെയ്താൽ 10 raised to minus 4 പിന്നെ ഒരു 6 മുകളിൽ വരുമ്പോൾ 10 raised to minus 10 എന്ന് വെച്ചാൽ ദിസ് ഈസ് 3 ആങ്സ്ട്രോം. ഇറ്റ്സ് വെരി സ്മോൾ. ഓക്കെ, സോ 4000 ആങ്സ്ട്രോം ആണ് വിസിബിൾ. സോ വിസിബിളിനേക്കാളും വളരെ വളരെ കുറവാണ്. ഇൻഫ്രാറെഡ് ആണെന്നും പറയാൻ പറ്റില്ല, അത്രയും ചെറിയ വേവ് ലെങ്ത് ആണ്. സോ ഗാമ ഓർ എക്സ്റേസ്, ഇത് ഇലക്ട്രോൺ ട്രാൻസിഷൻ പോലത്തെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. സോ ഇറ്റ്സ് കമ്പയറബിൾ ടു എക്സ്റേസ്. അതിന് നമുക്ക് എക്സ്റേസിന്റെ റേഞ്ച് ആണ്. ആക്ച്വലി എക്സ്റേസ് എന്ന് പറയുന്നത് ആങ്സ്ട്രോം ആണ് എക്സ്റേസിന്റെ വേവ് ലെങ്ത്. ഓക്കെ, ഗാമ റേസ് അതിലും താഴെയാണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് എക്സ്റേസ്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് വൺ. 23rd January shift 2. In photoelectric effect, an electromagnetic wave is incident on a metal surface and electrons are ejected from the surface. The work function of the metal is 2.14 electron volt and stopping potential is 2 volt. What is the wavelength of EM wave? So hc by lambda is equal to work function is 2.14 electron volt plus അതായത് ഫോർമുല ഏതാണ്? hc by lambda is equal to work function plus EV0. Stopping potential അല്ലേ തന്നുള്ളത്. So this is E into 2V. So this is actually 4.14 electron volt ആണ് hc by lambda. Okay, അത് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാനാണെങ്കിൽ this is hc by 4.14 E. ഇലക്ട്രോൺ വോൾട്ടിന്റെ ആ ഇയും കൂടെ എടുത്താൽ this is actually 1240 നാനോമീറ്ററിലാണ് ആൻസർ വരിക, divided by 4.14. So this is ഒരു hc by ഇയുടെ വാല്യൂ 1242 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്താൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് കിട്ടും. സോ 1242 divided by 440 എന്ന് പറഞ്ഞാൽ this is actually 3. So this is 300 nanometer. The right answer is option 1. Question number 5, the right answer is option 1. Moving on to the next one. Question number 6. 24th January shift to 1 question ആണ്. An electron of mass m with an initial velocity v, which is v0 I cap. v0 is positive. Enters an electric field of minus E0 k cap. The initial de Broglie wavelength is lambda 0. The value after the time t would be. So we have electron, initial velocity, electric field ഉണ്ട്. So acceleration ഉണ്ടാവും. So velocity change ചെയ്യും. ഈ സമയം കഴിയുമ്പോൾ വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഡി ബ്രോയ് വേവ് ലെങ്ത് എന്താവുന്ന ചോദ്യം. സോ ദ ഇനീഷ്യൽ ഡി ബ്രോയ് വേവ് ലെങ്ത് ഇസ് ലാംഡ 0. അതായത് ഇനീഷ്യൽ വെലോസിറ്റി v0 അല്ലേ. സോ ലാംഡ 0 ഈസ് ഈക്വൽ ടു h by m v0. അതവിടെ ഇരിക്കട്ടെ. ഇനി ആഫ്റ്റർ ടൈം t v ഈസ് ഈക്വൽ ടു v0 I initial velocity plus acceleration. Acceleration എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇ, ഇലക്ട്രിക് ഫീൽഡ് മൈനസ് E0 k cap. മൈനസ് E0 k cap.
ഇതാണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് into time t. Okay, so that means the velocity is equal to v0 I plus e e0 t by m k cap. അപ്പോൾ ഡി ബ്രോയ് വേവ് ലെങ്ത് എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം. ആ വെലോസിറ്റിയുടെ സ്ഥാനത്ത് നമുക്ക് അതിന്റെ എന്ത് കൊടുക്കണം? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. സോ ദിസ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് v0 square plus e capital E0 t by m the whole square. Okay, so അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് v0 square plus e e0 t by m the whole square. അവിടെ നമുക്ക് ലാംഡ 0 കൊണ്ടുവരണമെങ്കിൽ v0 പുറത്ത് കൊണ്ടുവരണം. സോ h ഡിവൈഡഡ് ബൈ m v0 into square root of 1 plus e square e0 square t square divided by m square v0 square. Okay, ഈ h by m v0 ആണ് the initial de Broglie wavelength lambda 0 divided by square root of 1 plus e square plus e0 square plus t square divided by m square plus v0 square. ഇതാണ് ആൻസർ. Okay, I think there is some issue in the typing. ഈ കാണുന്ന ഭാഗത്ത് ഇതാണ് ആൻസർ ആയിട്ട് വേണ്ടത്. ഇത് ലാംഡ 0 ഇൻറ്റു ആണ്, അത് പറ്റില്ല. ഇത് 1 മൈനസ് ആണ്, അതും പറ്റില്ല. സോ ലാംഡ 0 അല്ല, ഈ കാണുന്നതും അല്ല. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നമുക്ക് കറക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് നമ്പേഴ്സ് മിസ്സിംഗ് ഉണ്ട്. എനിവേ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, moving on to the next one. Question number 7, 24th January shift 2. In photoelectric effect, the stopping potential V0 versus frequency nu curve is plotted. V0 versus nu curve is plotted. H is the Planck's constant and phi 0 is the work function of the metal. എന്നിട്ട് സ്റ്റേറ്റ്മെന്റുകളാണ് A, B, C, D and E. Okay. Alright, so ഏത് കർവാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്? V0 വേഴ്സസ് ഫ്രീക്വൻസി. ആ കർവ് എങ്ങനെ ഉണ്ടാവുക? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി. അത് HC ബൈ അല്ല, H nu ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് E V0 എന്നതിൽ E V0 ഈസ് H nu മൈനസ് വർക്ക് ഫംഗ്ഷൻ. V0 is equal to H by E into nu minus work function divided by E. Okay, so V0 versus stopping potential V0 versus nu is a straight line. Is a straight line, and the slope is equal to H by E and the y-intercept is equal to minus phi 0 divided by E. എന്ന് വെച്ചാൽ അതാ ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ഈ കാണുന്നത് phi 0 divided by E ആണ്, y-intercept. ഓക്കെ, നൗ ഓരോരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് അവസാനം വേണ്ടത് എന്താണ്? ചൂസ് ദ കറക്റ്റ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ എക്സാമിൽ ഒരുപാട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 or 5 സ്റ്റേറ്റ്മെന്റുകൾ എന്നുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്. അതെല്ലാത്തിനും കറക്റ്റ് തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ, ഞാൻ ചെയ്തിടത്തോളം. ഓക്കെ, സോ ഫസ്റ്റ് V0 വേഴ്സസ് ന്യൂ ഈസ് ലീനിയർ. ദാറ്റ് ഈസ് ട്രൂ, അത് ലീനിയർ ആണ്. ബി, അപ്പോൾ എ ഇല്ലാത്തത് നമുക്ക് ഒഴിവാക്കാം, ഇത് രണ്ടും പോയി. അടുത്തത് വാട്ട് ഈസ് ബി? The slope of V0 versus V is y0 by h. That is incorrect. H by E ആണ് ആൻസർ, phi 0 by h അല്ല. സോ ബി ഇല്ലാത്തത്, ബി ഇൻകറക്റ്റ് ആണ്, അതുകൊണ്ട് ബി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ ബി ഉള്ളത് കൊണ്ട് ഇത് ഇൻകറക്റ്റ് ആയി. സോ ദ ആൻസർ ഈസ് ദിസ്. അത്രേ വേണ്ടുള്ളൂ, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കണമെന്നില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ 3 സ്റ്റേറ്റ്മെന്റ് തന്നെ പലപ്പോഴും ആൻസർ ആവും. സി H is a constant related to the slope of V0 versus V line. ശരിയാണ്, കാരണം സ്ലോപ്പ് എന്താണ്? H by E ആണ്. Now D, the value of the electric charge of electron is not required to determine H using V0 versus V curve. V0 versus nu curve ഒന്നും കൂടെ
The value of electric charge of electron is not required to determine h using this curve. ഈ കർവ് വെച്ച് h കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് നോക്കുക, എന്നിട്ട് അത് h/e ആണ്, അഥവാ സ്ലോപ്പ് ഇൻറ്റു e ആണ് h. അപ്പം അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് വേണം. നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നത് തെറ്റാണ്. നോട്ട് റിക്വയർഡ് അല്ല, റിക്വയർഡ് ആണ്. സോ അതുകൊണ്ട് ഡി ശരിയല്ല. Now what about e? The work function can be estimated without knowing the value of h. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ y ഇന്റർസെപ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടൂലേ ഗ്രാഫിൽ നിന്ന്, അത് കിട്ടിക്കഴിഞ്ഞാൽ y ഇന്റർസെപ്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് ആണ് വർക്ക് ഫംഗ്ഷൻ. y ഇന്റർസെപ്റ്റ് ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് ആണ് വർക്ക് ഫംഗ്ഷൻ. അവിടെ എന്ത് വേണ്ട, the work function can be estimated without knowing the value of h എന്ന് പറയുന്നത് ശരിയാണ്. So that means E is correct. So അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ A, C, E only. The right answer is option 2. Moving on to the next one, question number 8. 24th January shift to the question ആണ്. The energy E and momentum P of a moving body of mass M are related by some equation. Given that C represents the speed of light and identify the correct equation. So എന്തൊക്കെ തമ്മിലാ? എനർജി, മൊമെന്റം, പിന്നെ ഗിവൺ സ്പീഡ് സി ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് മൂവിംഗ് ബോഡി ഓഫ് മാസ് എന്ന് തന്നിട്ടുണ്ട്. ഡയമെൻഷൻ ചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാലോ എനർജി എന്ന് പറയുന്നത് mc² അല്ലേ. സോ ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൽ m² c⁴ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഈ പറയുന്നത് m² c² കണ്ടില്ലേ നിങ്ങൾ, ദിസ് ഈസ് ഡയമെൻഷനലി ഇൻകറക്റ്റ്. പുറത്ത് കിടക്കുന്ന ഈ സ്ക്വയർ ആണ്. സോ ഇതും ഡയമെൻഷനലി ഇൻകറക്റ്റ്. m² c⁴ is seems fine. ഇനി എനർജിയും മൊമെന്റും തമ്മിലുള്ള റിലേഷൻ. മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ് മൊമെന്റം. എനർജി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എനർജി എന്ന് പറയുന്നത് മൊമെന്റം ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷനലി p² c² ആണ്. ഓപ്ഷൻസ് ചെക്ക് ചെയ്തേ. p c² ഉണ്ട്, p² c² ഉണ്ട്. സോ p c² ആണ്. ഇത് ഇൻകറക്റ്റ്. The right answer is option 4. Question number 8. The correct answer is option 4. Moving on to the next one, number 9. A proton of mass mp has the same energy as that of a photon of wavelength lambda. ഒരു പ്രോട്ടോണിനും ഒരു ഫോട്ടോണിനും ഒരേ സെയിം എനർജി ആണ്. ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ. If the proton is moving at a non-relativistic speed, then the ratio of the de Broglie wavelength to the wavelength of photon. So wavelength of proton divided by wavelength of photon. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് h/p എന്ന് എഴുതാം. പ്രോട്ടോണിന്റെ ഡി ബ്രോയി വേവ് ലെങ്ത് ആണ്. മറ്റേത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലാംഡയാണ്. ഓക്കെ, ഇനി നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ലാംഡ ഓഫ് പ്രോട്ടോൺ എന്ന് തന്നെ ആയിക്കോട്ടെ. ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസിലെല്ലാം ഒരു ഇ നിങ്ങൾ കാണുന്നില്ലേ? ആ ഇ എന്ന് പറയുന്ന എനർജിയാണ്. സോ ക്വസ്റ്റ്യനിൽ അത് വിട്ടുപോയതാണ്. സെയിം എനർജി, ക്യാപിറ്റൽ ഇ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ടിനും ഒരേ എനർജി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hc/λ ഇതാണ് ഫോട്ടോണിന്റെ എനർജി ഈസ് ഈക്വൽ ടു മറ്റേതിന്റെ എനർജി നമുക്ക് p²/2m എന്ന് കൊടുക്കാം. കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ വേർ p is the momentum. So hc/λ is equal to p എന്ന് പറയുന്നത് എന്താ? p എന്ന് പറയുന്നത് h/λ. ഓക്കെ, സോ h² divided by lambda of proton square into 2m. ഇവിടെ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? No, not like this. ഇത് നമുക്ക് എനർജിന്റെ ടേംസിലേക്ക് കൊണ്ടുവരണം. hc/λ എന്ന് പറയുന്നത് e ആണ്. ദാറ്റ് മീൻസ് ലാംഡ ഈസ് ഈക്വൽ ടു hc/e. പിന്നെ e എന്ന് പറയുന്നത് p²/2m ആണ്. എന്ന് വെച്ചാൽ h² divided by lambda of proton square into 2m. That means lambda of proton is equal to അത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ h/√2m
2me. Now ഇത് രണ്ടും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. ലാംഡ ബൈ ലാംഡ ഓഫ് പ്രോട്ടോൺ തിരിച്ച് ന്യൂമറേറ്ററിൽ ലാംഡ ഓഫ് പ്രോട്ടോൺ. സോ ലാംഡ ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ ലാംഡ. ലാംഡ ഓഫ് പ്രോട്ടോൺ നമുക്ക് h ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2me എന്നും ലാംഡ ഓഫ് ഫോട്ടോൺ നമുക്ക് hc ബൈ e എന്നും എഴുതാം. Okay, so the h gets cancelled. ബാക്കി 1 by c square root of e മോളിൽ വരും e by square root of 2me. That means this is 1 by square root of e by 2m. 1 by c square root of e by 2m. 1 by c square root of e by 2 ഇവിടെ ഇല്ല, അതുകൊണ്ട് തെറ്റാണ്. ഇവിടെ 2 പുറത്തിരിക്കുന്നത് തെറ്റാണ്. ഇവിടെ 2 മോളിലാണ് തെറ്റാണ്. ഇവിടെ 2 താഴെ. കറക്റ്റ്. The correct answer is option 4. Okay, moving on to the next one. Question number 10, 29th January shift 1 question ആണ്. Lambda and k are the de Broglie wavelength and kinetic energy respectively of a particle with a constant mass. De Broglie wavelength, kinetic energy. The correct graphical representation for the particle will be 1 by k versus lambda graph ആണ്. So the kinetic energy is equal to p square by 2m. p എന്ന് പറയുന്നത് h by lambda, so h square by lambda square 2m. So k is proportional to 1 by lambda square. That means 1 by k is proportional to lambda square. So graph 1 by k versus lambda ആണ്. That means this is a parabola. Lambda kalla lambda square ആണ് proportional. This is an upward facing parabola. So the correct answer is this option 2. ഈ കാണുന്ന ഗ്രാഫ്. Okay, ഇങ്ങനെയുള്ള ഗ്രാഫ്. Moving on to the next one, question number 11. In an experiment with photoelectric effect, the stopping potential options നോക്കാം. Increases with increase of intensity. Wrong ആണ്. Intensity അനുസരിച്ച് stopping potential change ചെയ്യില്ല. Stopping potential depends on the frequency of incident radiation. So increases with increase of intensity, decreases with increases of intensity. ഇത് രണ്ടും തെറ്റാണ്. മൂന്നാമത് increases with increase of wavelength. See, wavelength increase ചെയ്ത frequency decrease ചെയ്യും. Frequency decrease ചെയ്ത stopping potential decrease ആണ്, increases അല്ല. So this is also incorrect. Last option is 1 by e times the maximum kinetic energy of the emitted photoelectrons. ഒന്നും കൂടെ, stopping potential എന്ന് പറയുന്നത് maximum kinetic energyയുടെ ഫോർമുല എന്താ? It's electron charge into stopping potential ആണ്. So V0 എന്ന് പറയുന്നത് maximum kinetic energy into 1 by e ആണ്. ശരിയാണ്. So it's 1 by e times the maximum kinetic energy of the emitted photoelectrons. So the right answer is option 4. So ഇങ്ങനെ 11 questions ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്യുവൽ നേച്ചർ എപ്പോഴും നിങ്ങൾ ഷിഫ്റ്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഡ്യുവൽ നേച്ചറിൽ നിന്ന് ചെറിയ ഒരു ചാപ്റ്ററിൽ നിന്ന് 10ലധികം ചോദ്യങ്ങൾ 10 ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, പഠിച്ചെടുക്കാനും എളുപ്പമുള്ള ചാപ്റ്ററാണ്, ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ചെറിയ ചാപ്റ്ററാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.